ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 2023 കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് നോക്കി പോകുന്നത്. അപ്പോൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കുറേ ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞ ഒരു ടോപ്പിക്കായിരുന്നു 2023 കറണ്ട് അഫയേഴ്സ്. നമുക്ക് ഫാക്റ്റിലേക്ക് പോകാം. ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായി ആചരിച്ചത് 2023 ഇത് PSC ഓൾറെഡി ചോദിച്ചു പോയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത് 2023 ഗൂഗിളിന് ബദലായി ഉപയോഗിക്കുന്ന 2023 ഡെവലപ്പ് ചെയ്ത ചാറ്റ് ബോട്ടാണ് ChatGPT. അപ്പോൾ ഗൂഗിളിന് ബദലായിട്ട് ഉപയോഗിച്ച 2023 ഡെവലപ്പ് ചെയ്ത ചാറ്റ് ബോട്ടാണ് ChatGPT. ഏഷ്യയിൽ ആദ്യമായി ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ചൈനയിലാണ്. അപ്പോൾ നമ്മുടെ ഏഷ്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ചൈനയിലാണ്. ഇനി തേനീച്ചകൾക്കുള്ള വാക്സിനാണ്. തേനീച്ചകൾക്കുള്ള വാക്സിൻ അംഗീകരിച്ച ആദ്യത്തെ ലോകരാജ്യം അമേരിക്കയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞ ഫാക്ട് ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്ത് പോകാം. ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത് 2023 ഗൂഗിളിന് ബദലായി ഉപയോഗിക്കുന്ന 2023 ഡെവലപ്പ് ചെയ്ത ചാറ്റ് ബോട്ടാണ് ChatGPT. അതുപോലെ ഏഷ്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ പവേർഡ് ട്രെയിൻ ആരംഭിച്ചത് ചൈനയിലായിരുന്നു. അതുപോലെ തേനീച്ചകൾക്കുള്ള വാക്സിൻ അംഗീകരിച്ച ആദ്യത്തെ ലോകരാജ്യം അമേരിക്കയായിരുന്നു. ഇനി 2023 ജനുവരിയിൽ അന്തരിച്ച ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ അപ്പോളോ 7 ഭാഗമായിരുന്ന നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായിരുന്നു വാൾട്ടർ കണ്ണിങ്ഹാം. അപ്പോൾ 2023 ജനുവരിയിൽ അദ്ദേഹം അന്തരിച്ചു. ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായിരുന്ന അപ്പോളോ 7 ഭാഗമായിരുന്നു നാസയുടെ ഈ ബഹിരാകാശ സഞ്ചാരി. അദ്ദേഹമാണ് വാൾട്ടർ കണ്ണിങ്ഹാം. ഇനി 2023 ഭൗമസൂചിക പദവി ലഭിച്ച എള്ളിനമാണ് ഓണാട്ടുകര എള്ള്. വളരെ പ്രധാനപ്പെട്ടതാണ്. 2023 ഭൗമസൂചിക പദവി ലഭിച്ച എള്ളിനമാണ് ഓണാട്ടുകര എള്ള്. ഇനി അടുത്തൊരു ഫാക്ട് PSC ഓൾറെഡി ചോദിച്ചു പോയതാണ്. കുഷ്ഠരോഗ നിർണയത്തിന് വേണ്ടി കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് അശ്വമേധം. കുഷ്ഠരോഗ നിർണയത്തിന് വേണ്ടി കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് അശ്വമേധം. അപ്പോൾ 2023 ജനുവരിയിൽ അന്തരിച്ച ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ അപ്പോളോ 7 ഭാഗമായിരുന്ന നാസയുടെ ബഹിരാകാശ സഞ്ചാരിയാണ് വാൾട്ടർ കണ്ണിങ്ഹാം. 2023 ഭൗമസൂചിക പദവി ലഭിച്ച എള്ളിനമായിരുന്നു ഓണാട്ടുകര എള്ള്. ഇനി കുഷ്ഠരോഗ നിർണയവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് അശ്വമേധം. ഇനി കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. ഇത് PYQ ആണ്. കേരള സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയുടെ പേരാണ് മിഠായി എന്നത്. അടുത്തതും PSC ഓൾറെഡി ചോദിച്ചതാണ്. കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ചത് കുസാറ്റാണ്. 2023 വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആയിരുന്നു. കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ചത് കുസാറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. അതുപോലെ കേരളത്തിൽ ആദ്യമായി വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി അനുവദിച്ചത് കുസാറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ ലിക്വിഫൈഡ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ 2 സ്ഥലങ്ങളിലായിട്ടായിരുന്നു. ഒന്ന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും 2 തിരുവനന്തപുരം ജില്ലയിലെ കൊച്ചുവേളി എന്ന് പറയുന്ന സ്ഥലത്തുമായിരുന്നു. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ലിക്വിഫൈഡ് CNG പ്രവർത്തനം ആരംഭിച്ചത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിലുമായിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്, നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. നോറോ വൈറസ് ബാധ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലായിരുന്നു. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ ലിക്വിഫൈഡ് CNG പ്രവർത്തനം ആരംഭിച്ചത് ചേർത്തല, അതുപോലെ തിരുവനന്തപുരത്തെ കൊച്ചുവേളി. നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യത്തെ ജില്ല എറണാകുളമായിരുന്നു. അടുത്തത് PSC ഓൾറെഡി ചോദിച്ചിട്ടുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമായൊരു ഫാക്റ്റാണ്. അനീമിയ മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടുകൂടി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിനാണ് വിവ കേരളം. അനീമിയ മുക്ത കേരളം എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് വിവ കേരളം. ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. അപ്പോൾ അനീമിയ മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടുകൂടി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് വിവ കേരളം. അതിൻ്റെ ടാഗ് ലൈനാണ് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൂക്കിലൂടെ നൽകാവുന്ന കോവിഡ് പ്രതിരോധ വാക്സിനാണ് ഇൻകോവാക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള പേര് ഇൻകോവാക് BBV 154 ആണ്. ഇതിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ഭാരത് ബയോടെക് ആണ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ടാണ് ഈ ഒരു വാക്സിൻ നിർമ്മിച്ചത്. മൂക്കിലൂടെ നൽകാവുന്ന കോവിഡ് പ്രതിരോധ വാക്സിനാണ് ഇൻകോവാക്. ഭാരത് ബയോടെക് ആണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അനീമിയ മുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് വിവ കേരളം, വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. അതുപോലെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൂക്കിലൂടെ നൽകാവുന്ന കോവിഡ് പ്രതിരോധ വാക്സിനാണ് ഇൻകോവാക്. ഇതിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ഭാരത് ബയോടെക് ആണ്. ഇനി വളരെ അതിതീവ്ര വ്യാപനശേഷിയുള്ള ഒരു കോവിഡ് വകഭേദമായിരുന്നു
XBB.1.5. അപ്പോൾ XBB.1.5 കോവിഡ് വകഭേദം ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് ഗുജറാത്തിലായിരുന്നു. അപ്പോൾ XBB.1.5 കോവിഡ് വകഭേദം ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ച സ്റ്റേറ്റ് ഗുജറാത്താണ്. അടുത്തതും PSC ചോദിച്ചിട്ടുള്ളൊരു ഫാക്റ്റാണ്. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 2023 വേദി നാഗ്പൂരായിരുന്നു. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് 2023 നടന്നതിൻ്റെ വേദി നാഗ്പൂരായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു സയൻസ് കോൺഗ്രസ്സിൽ ഹാൾ ഓഫ് ഫെയിംസ് എന്ന വിഭാഗത്തിൽ ആദരിക്കപ്പെട്ട മലയാളി വനിതകൾ 3 പേരാണുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തേത് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ്. നമുക്കറിയാം നിയമസഭാംഗവും അതുപോലെ തന്നെ സർജനും ഒക്കെ ആയിരുന്നു മേരി പുന്നൻ ലൂക്കോസ്. അതുപോലെ തന്നെ അന്നാമാണി, ഇന്ത്യൻ വെതർ വുമൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അന്നാമാണി. അതുപോലെ ജാനകി അമ്മാൾ, പ്രശസ്തയായിട്ടുള്ള സസ്യശാസ്ത്രജ്ഞയായിരുന്നു ജാനകി അമ്മാൾ. അപ്പോൾ 108ാമത് സയൻസ് കോൺഗ്രസ് 2023 വേദി നാഗ്പൂരാണ്. ഹാൾ ഓഫ് ഫെയിംസിൽ ആദരിക്കപ്പെട്ട മലയാളി വനിതകൾ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്, അതുപോലെ അന്നാമാണി, ജാനകി അമ്മാൾ തുടങ്ങിയവരായിരുന്നു. അപ്പോൾ സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തവണത്തെ ഒരു തീം എന്ന് പറയുന്നത്. 2023 തീം സ്ത്രീ ശാക്തീകരണവും അതുപോലെ സുസ്ഥിര വികസനവുമായിട്ട് സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം സുസ്ഥിര വികസനത്തിനായിട്ടുള്ള ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന് പറയുന്ന ടോപ്പിക്കിലായിരുന്നു ഇത്തവണ 2023 108ാമത് സയൻസ് കോൺഗ്രസ് നടന്നത്. ഇനി 2023 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായിട്ട് പ്രഖ്യാപിച്ചത് നീലക്കുറിഞ്ഞിയാണ്. സ്ട്രോബിലാന്തസ് കുന്തിയാനയാണ് സയൻറ്റിഫിക് നെയിം. അത് PSC ചോദിച്ചിട്ടുള്ളതാണ്. 2023 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായിട്ട് പ്രഖ്യാപിച്ചത് നീലക്കുറിഞ്ഞിയായിരുന്നു. അതുപോലെ രാജ്യത്ത് ആദ്യമായിട്ട് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ സ്ഥാപിതമായ സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ ആരംഭിച്ചത് കേരളത്തിലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനവും കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് അവതരിപ്പിച്ചതും കേരളമാണ്. ആദ്യമായിട്ട് ഡി അഡിക്ഷൻ സെൻറ്റർ ആരംഭിച്ചത് കേരളത്തിലാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് അവതരിപ്പിച്ചതും കേരളമാണ്. ഇനി 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി അത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തായിരുന്നു. ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്താണ് 2023 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയായിരുന്നത്. അപ്പോൾ 2023 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായിട്ട് പ്രഖ്യാപിച്ചത് നീലക്കുറിഞ്ഞിയാണ്. രാജ്യത്ത് ആദ്യമായി ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ സ്ഥാപിതമായ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനവും കേരളം തന്നെയായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് 2023 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്താണ്. അപ്പോൾ 2023 സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫെയറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കാണുക, നല്ലപോലെ റിവിഷൻ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നമുക്ക് LPUP എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, റിപ്പീറ്റായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്